പോകുന്നു. ബ്രൂവറി വിഷയത്തിൽ സിപിഐയുടെ എതിർപ്പ് മാറ്റാൻ ഉഭയകക്ഷി ചർച്ചയ്ക്ക് സിപിഎമ്മിന്റെ ആലോചന. ജലചൂഷണം അടക്കം സിപിഐയുടെ ആശങ്കകൾ ഇതിലൂടെ പരിഹരിക്കാമെന്നാണ് സിപിഎം പ്രതീക്ഷിക്കുന്നത്. നെൽവയൽ തണ്ണീർത്തട നിയമം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും പാലിച്ച് മാത്രമേ പദ്ധതിക്ക് അന്തിമ അനുമതി നൽകൂ എന്ന് സിപിഐയെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. വി അരുൺ തന്നെ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, വളരെ പ്രത്യക്ഷമായി തന്നെ സിപിഐ ഈ വിഷയത്തിൽ പ്രതിഷേധവുമായി രംഗത്തെത്തി. ആദ്യം ബിനോയ് വിശ്വത്തിന്റെ അഭിപ്രായമായിരുന്നെങ്കിൽ ഇന്നലെ ജനയുഗത്തിൽ ഒരു വലിയ ലേഖനം എഴുതുന്നതിനും മുഖപ്രസംഗ പേജിൽ ഒരു വലിയ ലേഖനം എഴുതി ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതിലേക്ക് എത്തുന്നു. അല്ലെങ്കിൽ പാർട്ടിക്കകത്ത് തന്നെ ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന കുറ്റസമ്മതം നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാവുന്നു. അവർക്ക് പിടിച്ചു നിൽക്കാൻ ഇതിലൊരു നിലപാട് എടുത്തേ മതിയാകൂ എന്ന ഘട്ടത്തിൽ അവരൊരു നിലപാട് എടുക്കുന്നുണ്ട്. പക്ഷെ സിപിഎമ്മിനെ സംബന്ധിച്ച് ഇവരെ കൂടി വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഇപ്പോഴുണ്ടല്ലോ. എങ്ങനെ ഇത് ബോധ്യപ്പെടുത്താമെന്നാണ് സിപിഎം കരുതുന്നത്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിപിഐയുടെ മന്ത്രിമാർ കൂടി ഉൾപ്പെട്ട അവരുടെ കൂടി സാന്നിധ്യത്തിലാണ് ഇത്തരമൊരു തീരുമാനം മന്ത്രിസഭാ യോഗം എടുത്തത്. അതിനുശേഷം ഇതിന്റെ വിശദാംശങ്ങൾ എം.എൻ. സ്മാരക സിപിഐ ആസ്ഥാനത്ത് നേരിട്ടെത്തി എക്സൈസ് മന്ത്രി എം.ബി. രാജേഷ് വിശദീകരിച്ചിരുന്നു. അപ്പോഴൊക്കെ സിപിഐക്ക് ഏറെക്കുറെ കാര്യങ്ങൾ ബോധ്യമായതുമാണ്. പക്ഷേ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി കടുത്ത നിലപാടെടുത്തു. സംസ്ഥാന എക്സിക്യൂട്ടീവിൽ നേതാക്കൾ ജലചൂഷണം ഉണ്ടാകുന്നൊരു പദ്ധതിയെ എങ്ങനെ സിപിഐ പിന്തുണയ്ക്കുമെന്ന ചോദ്യമുയർത്തി. അതോടുകൂടിയാണ് മറ്റു വഴികളില്ലാതെ ബിനോയ് വിശ്വം ഈ പദ്ധതിക്കെതിരെ നിലപാടെടുക്കണം, LDF-നെ അക്കാര്യം അറിയിക്കണം, പദ്ധതി റദ്ദ് ചെയ്യണമെന്ന അനുമതി റദ്ദ് ചെയ്യണം നിലപാടിലേക്ക് എത്തിയത്. പക്ഷേ സിപിഎം അക്കാലത്ത് ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്നതിനെ എക്സൈസ് മന്ത്രി വിശദമായി തന്നെ നടത്തിയ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കുന്നു. എല്ലാത്തരം ആശങ്കകളും പരിഹരിക്കും. ജലചൂഷണം എന്നുള്ളതാണ് സിപിഐയുടെ പ്രധാനപ്പെട്ട ആശങ്ക. അത് ജലചൂഷണം ഉണ്ടാകില്ല. ഒരിറ്റ് ഭൂഗർഭജലം പോലും ഈ പദ്ധതിക്ക് വേണ്ടി എടുക്കാൻ സർക്കാർ അനുവദിക്കില്ല. അത് ഇടത് സർക്കാർ ഉള്ളിടത്തോളം അനുവദിക്കുന്ന ഉറപ്പാണ് ഇന്നലെ എം.ബി. രാജേഷ് നൽകിയത്. അക്കാര്യം സിപിഐ ബോധ്യപ്പെടുത്താനാകുന്ന പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചത്. സിപിഎം ഒരു കാരണവശാലും പദ്ധതി പിന്നോട്ട് പോകരുതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സിപിഐ പിണക്കി മുന്നോട്ട് പോകാനും സിപിഎമ്മിനും സർക്കാരിനും കഴിയില്ല. അതുകൊണ്ടാണ് ഉഭയകക്ഷി ചർച്ചയുടെ സിപിഐയുടെ ആശങ്കകൾ പരിഹരിക്കാൻ സിപിഎം ആലോചിക്കുന്നത്. ഒരുപക്ഷെ എക്സൈസ് മന്ത്രിയെ കൊണ്ട് തന്നെ ഇക്കാര്യങ്ങൾ സിപിഐ നേതൃത്വത്തോട് വിശദീകരിക്കും. അതിനും അപ്പുറത്തേക്ക് സിപിഎമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയും സിപിഐ സംസ്ഥാന സെക്രട്ടറിയുമായി ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും. സിപിഐ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഭൂഗർഭജലം അവിടുന്ന് ഉപയോഗിക്കില്ല. അതിന് അവിടുത്തെ കണക്കുകൾ ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ എം.ബി. രാജേഷ് പറഞ്ഞത് പാലക്കാട് നഗരത്തിൽ വേണ്ടിവരുന്ന ജലത്തിന്റെ 1.1% മാത്രമാണ് ഈ പദ്ധതിക്ക് വേണ്ടിവരുന്ന വെള്ളം. അത് കിൻഫ്രയിലെ മഴവെള്ള സംഭരണിയുണ്ട്, വാട്ടർ അതോറിറ്റി നൽകുന്ന വെള്ളമുണ്ട്, അതിലൂടെ നൽകും. കിൻഫ്രയ്ക്ക് വ്യവസായ പാർക്കുകൾക്ക് കുടിവെള്ളം ഈ വെള്ളം നൽകാൻ നേരത്തെ തന്നെ 2015 ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തീരുമാനമാണ്. അതിന് കിൻഫ്രയ്ക്ക് നൽകുന്ന വെള്ളത്തിന്റെ അളവ് പോലും ഇവിടെ വേണ്ടിവരില്ല. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ഭൂഗർഭജല ചൂഷണവും ഉണ്ടാകില്ല. സിപിഐയുടെ എക്സിക്യൂട്ടീവ് കാര്യം വന്നപ്പോൾ തന്നെ ഈ കാര്യം മന്ത്രി കെ രാജൻ അദ്ദേഹം എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കൂടി അദ്ദേഹം വിശദീകരിച്ചിരുന്നു. ജലചൂഷണം ഉണ്ടാകില്ല. അഹല്യ പാർക്ക് പോലുള്ള അവിടുത്തെ സംവിധാനങ്ങളിൽ മഴവെള്ള സംഭരണിയുണ്ട്. പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ മുൻ പ്രതിപക്ഷ രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത് പോലെ അവിടെ മഴവെള്ളം സംഭരിക്കാൻ കഴിയാത്ത മഴനിഴൽ പ്രദേശമോ അല്ലെങ്കിൽ അത്തരം വൃഷ്ടിപ്രദേശമോ ഒന്നുമല്ല ഈ കഞ്ചിക്കോട്. അവിടെ മഴവെള്ള സംഭരണി വളരെ വിജയകരമായി കിൻഫ്രയിലും അതുപോലെ തന്നെ അഹല്യ പാർക്കിലുമൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. സമാനമായി ഇവിടെയും ചെയ്യാൻ കഴിയുമെന്ന കാര്യം കെ രാജൻ എക്സിക്യൂട്ടീവ് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കുടിവെള്ള പ്രശ്നം ഉണ്ടാകില്ല, ഭൂഗർഭജലത്തിന്റെ ചൂഷണം ഉണ്ടാകില്ല എന്ന ഉറപ്പ് ബോധ്യപ്പെടുത്താൻ സിപിഎമ്മിന് കഴിഞ്ഞാൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ സഹകരിക്കണമെന്ന അഭിപ്രായമുള്ളവരും സിപിഐയുടെ ഉന്നത നേതൃത്വത്തിലുണ്ട്. അതുകൊണ്ടുകൂടിയാണ് സിപിഎം പ്രതീക്ഷ പങ്കുവയ്ക്കുന്നത്. സിപിഐ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനാകും. അങ്ങനെ പദ്ധതിയുമായി മുന്നോട്ട് പോകും. ഒരു കാരണവശാലും ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകില്ല. പദ്ധതിക്ക് ഇനിയും നിരവധി അനുമതികൾ നേടിയെടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും ഈ പ്രദേശം നെൽവയൽ തണ്ണീർത്തട നിയമത്തിന്റെ പരിധി വരുന്ന പ്രദേശമെന്ന ആരോപണമുണ്ട്. അങ്ങനെ ഉള്ള പ്രദേശമാണെങ്കിൽ അവിടെ നടപ്പാക്കാൻ കഴിയില്ല. അതൊക്കെ പരിശോധിക്കേണ്ടത് ഇനിയുള്ള ഘട്ടങ്ങളിലാണ്. ഇപ്പോൾ സർക്കാർ നൽകിയത് പ്രാരംഭ അനുമതി മാത്രമാണ്. നെൽവയൽ തണ്ണീർത്തടം പ്രദേശത്താണോ അല്ലെങ്കിൽ അങ്ങനെ നികത്തിയ സ്ഥലത്താണോ എന്ന കാര്യമൊക്കെ അതത് ഘട്ടങ്ങളിൽ പരിശോധിക്കപ്പെടും. അങ്ങനെ അതിന്റെ അനുമതി വാങ്ങേണ്ടത് കമ്പനിയുടെ ഉത്തരവാദിത്വമാണെന്ന് മന്ത്രി പറയുന്നു. അത്തരം പരിശോധന തുടരും. പക്ഷേ പ്രാഥമിക അനുമതി നൽകിയത് 10 തലങ്ങളിലൂടെ 10 ഘട്ടങ്ങൾ നടത്തിയ പരിശോധനയ്ക്ക് ശേഷമാണ്. അതിന്റെ തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് ഈ കമ്പനി തന്നെയെന്ന് മന്ത്രി പറയുമ്പോൾ സർക്കാരിന്റെ ഭാഗത്ത് ഭൂഗർഭജലം ചൂഷണത്തിന് ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സിപിഐയെ ഒന്ന് സമവായ വഴിയിലേക്ക് എത്തിക്കാനാണ് ഇപ്പോൾ സിപിഐ ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായാകാം ഇത്തരം ഉഭയകക്ഷി ചർച്ചകൾ വൈകാതെ നടത്താൻ പോകുന്നത്. മാത്രവുമല്ല JDS-ന് ജനതാദളിന്റെ വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന സൂചനകളുണ്ടായിരുന്നു. പക്ഷേ അവർ ഇന്നലെ അവരുടെ നേതൃയോഗത്തിൽ പൂർണ്ണമായും സർക്കാർ തീരുമാനത്തിൽ ഒപ്പം നിൽക്കാൻ, ഭൂഗർഭജല ചൂഷണം ഉണ്ടാകില്ല എന്ന സർക്കാരിന്റെ ഉറപ്പ് വിശ്വസിച്ചുകൊണ്ട് പദ്ധതിക്കൊപ്പം നിൽക്കാൻ
തീരുമാനിക്കുന്നു. കോൺഗ്രസ് ഇത് രാഷ്ട്രീയമായി തന്നെ കാണുന്നുവെന്ന് വിമർശനം CPM കേന്ദ്രങ്ങളിൽ ഉണ്ട്. അങ്ങനെ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നീക്കത്തിൽ നിന്നുകൊടുക്കേണ്ട എന്നാണ് ജനതാദൾ തീരുമാനമെടുത്തത്. CPIയിലും അത്തരം അഭിപ്രായമുള്ളവർ ഏറെയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു സമവായ വഴി തുറക്കുമെന്ന് തന്നെ CPM കരുതുന്നു. വരും ദിവസങ്ങളിൽ ഈ ഉഭയ ചർച്ച നടന്നേക്കും. ശരി അരുൺ.